ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, മറന്നുപോയോ എന്നെ എല്ലാവരും? അപ്പോൾ വിജയവാഡയിൽ നല്ല പോലെ തണുപ്പാണ് കേട്ടോ. ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കോൾഡും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല തുമ്മലും ഉണ്ട്. ദേവസേനയ്ക്ക് ഇന്ന് സ്കൂളിൽ പൊങ്കലിൻ്റെ സെലിബ്രേഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റിച്ചുട്ടിയൊക്കെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നത്. സ്കൂളിലോട്ട് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ മോള്. അപ്പോൾ മോള് പോയതിന് ശേഷം ഭദ്രക്കുട്ടി ഞാനും മാത്രമേ ഇനി വീട്ടിലുണ്ടാവുള്ളൂ. ഭദ്രക്കുട്ടിക്ക് ഇന്ന് പൊങ്കൽ സെലിബ്രേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ അവളെ വിടണ്ടെന്ന് വിചാരിച്ചു. കാരണം ഓട്ടോ അങ്കിൾ ഹാഫ് ഡേ ആകുമ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഞാൻ പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാനിന്ന് അവളെ വിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവൾ കാലത്ത് തന്നെ എഴുന്നേറ്റിരിക്കുകയായിരുന്നു, ഇത് ആദ്യം തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുക കേട്ടോ. കൈമിട്ട മൈലാഞ്ചി എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ വീഡിയോയിൽ മൈലാഞ്ചി കാണിച്ചു തരും, ഞാൻ ഇട്ടത് എൻ്റെ ചേച്ചി ഇട്ട് തന്നാന്ന് എല്ലാവരോടും പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞിക്കൈയിൽ മൈലാഞ്ചി ഇട്ടതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടി വിയിൽ യോഗ ചെയ്യുന്നത് കണ്ടു. ഒപ്പം തന്നെ ഭദ്രക്കുട്ടി ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നതും കാണാനുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടി വിയിൽ നോക്കിയിട്ട് ഇതുപോലെ യോഗയൊക്കെ ചെയ്യുന്നത് കാണാം. ഭക്ഷണം കഴിച്ചിട്ടും നട്ടുച്ചയ്ക്കൊക്കെ ആവും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഈ കഷീനെ ഒന്ന് കുളിപ്പിച്ച് വെളുപ്പിച്ചെടുക്കണം. യോഗയൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ചൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മോളേനെ. ഞാനാണെങ്കിൽ പൊട്ടുകുത്തി ഇത്തിരി ലിപ് ബാം ഇട്ട എൻ്റെ ഒരുക്കം കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ഭദ്രക്കുട്ടി കേട്ടോ. മുഖത്ത് ക്രീം പരട്ടി അതിന് ശേഷം പൗഡർ ഇട്ട് പൊട്ടുകുത്തി ക്ലിപ്പ് കുത്തി അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. പെൺകുട്ടികളല്ലേ അല്ലേ, ഒരുങ്ങണ്ടല്ലേ പിന്നെ. അപ്പോൾ എനിക്കും ഇവരെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കാണുന്ന തുള്ളിച്ചാട്ടും ഇതൊക്കെ ഡെയിലി ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ മേക്കപ്പ് ചെയ്യണതും ഈ ഡാൻസും പാട്ടൊക്കെ. എൻ്റെ ഈ കുട്ടി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള വ്ളോഗ് ഇഷ്ടപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സും എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടെയാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ള വ്ളോഗുകൾ ഷെയർ ചെയ്യണേ. ഒരു 11 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നേ. 2 ബർഗർ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഭദ്രക്കുട്ടിയാണ് സെർവ് ചെയ്യണത്. ഒരു തവണ ഞാൻ ഈ കവർ പൊട്ടിച്ചായിരുന്നു, അതിൻ്റെ ഒരു അലമ്പ് ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞേ ഉള്ളൂ. എന്നാൽ പിന്നെ സെർവ് ചെയ്യണത് ഭദ്രക്കുട്ടിയാന്ന് തീരുമാനിച്ചു. ആ കുഞ്ഞ് കൈ കൊണ്ട് ആ പ്ലേറ്റിലോട്ട് ബർഗറിനെ തട്ടിയിട്ടേ. ഭംഗിയില്ലാത്ത ബർഗർ അമ്മ എടുത്തോ, ഭംഗിയല്ല ഈ ബർഗർ ഞാൻ എടുക്കാമെന്ന് കേട്ടോ ഭദ്രക്കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ബർഗർ തിന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തെലുങ്കിൽ എങ്ങനെയാണ് പറയാൻ ചോദിച്ചപ്പോൾ അവൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് എങ്ങനെയാണ് പറയാമെന്ന്. കേട്ടില്ലേ? ഭദ്രക്കുട്ടിയുടെ തെലുങ്കൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അവൾ മാത്രമല്ല, തെലുങ്ക് വേഴ്സസ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനും കൂടി ഉണ്ട്. ഭദ്രക്കുട്ടിയുടെ തെലുങ്ക് നിങ്ങൾക്കും കേൾക്കണ്ടേ? അപ്പോൾ ബർഗറൊക്കെ ഞാൻ അമ്മയും മോളും കൂടി തിന്നെയാണ്. ഈ വീഡിയോ ദേവസേന കണ്ട എന്തായാലും ചുട്ട ഒരു അലമ്പ് വീട്ടിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വന്ന അന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതിൻ്റെ അന്ന് തന്നെ ദേവസേനയ്ക്കുള്ള ബർഗർ ഓർഡർ ആക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഈ താപ്പിൽ നമുക്ക് വേഗം തന്നെ ഒരു ബീട്രൂട്ട് റൈസ് വേഗം നമുക്ക് തട്ടിക്കൂട്ടാം. ലഞ്ചിന് എനിക്കും ബദ്രിയ എന്നാണ് കേട്ടോ ഭദ്രക്കുട്ടിയുടെ ശരിക്കുള്ള പേര്. ആക്കി പെട്ടെന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഭദ്രക്കുട്ടിക്കും കൂടിയിട്ട് ഒരു ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് വൈകിട്ട് ദേവസേനയ്ക്കും കൂടി കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടാലോ. കുറച്ച് ഓയിലും പിന്നെ കുറച്ച് നെയ്യിലേക്കും സ്പൈസസ് ഇടാം. ബിരിയാണി സ്പൈസസ് ഇല്ലേ അത്. പിന്നെ ഒനിയൻ, ഞാൻ 2 ഒനിയൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും പിന്നെ ഒരു ടൊമാറ്റോയും കൂടിയിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് റൈസിനനുസരിച്ചിട്ടുള്ള ഒനിയൻസും കാര്യങ്ങളൊക്കെ കൂട്ടി എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. എനിക്ക് 1 ഗ്ലാസ് മതിയായിരിക്കും. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി അത് ധാരാളം. കാരണം ഞങ്ങൾ ഒരുപാട് ഫുഡ് കഴിക്കില്ല, കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ കേട്ടോ. കാരണം ഇത് ഒരു നേരത്തേക്കല്ലേ. ഇപ്പം ഞാനും ഭദ്രക്കുട്ടിയും കഴിച്ചു, പിന്നെ വൈകുന്നേരം ദേവസേനയ്ക്കും കൂടി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇത് വഴറ്റിയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നാക്കി വെച്ച നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ആ 2 ബീട്രൂട്ടും ഇതിലേക്ക് തട്ടുക. ഞാൻ 100% ഉറപ്പ് പറയാം കേട്ടോ, കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബീട്രൂട്ട് തിന്നാത്ത കുട്ടികൾക്കൊക്കെ ഒന്ന് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കി നോക്കൂ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭദ്രക്കുട്ടിയുടെ കുറുമ്പ് അവിടെ ഏറി വരുന്നുണ്ട്. എന്നാൽ അവിടെ അവൾ കുറുമ്പ് കാണിക്കട്ടെ. നമുക്ക് വീണ്ടും ബീട്രൂട്ട് റൈസിലോട്ട് പോവാം. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ആന്ധ്ര റൈസാണ്. ഇതിന് 2 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിലേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ ജീരകശാലയുടെ അരിയാണെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളമൊക്കെ 1 ഗ്ലാസ്സിന് കുക്കറിലാണ് വെക്കുന്നത്.
വെക്കുന്നത്, അല്ലെങ്കിൽ അത് മതിയാവും കേട്ടോ. 1.25 ഗ്ലാസ് വെള്ളം മതിയാവും. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ ഈ പാത്രം കഴുകുന്ന പണി. ഞാനിത് സ്പീഡിലിട്ടിട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്, ഈ പാത്രങ്ങൾ ഒതുക്കി വയ്ക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. എന്ത് ചെയ്യാം? ഈ ഒരു പണിയും തുണികൾ മടക്കി വെക്കുന്ന ഒരു പണിയും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ പെൻഡിങ് ഇടുന്ന 2 പണികൾ ഇതാണ് എൻ്റെ വീട്ടിൽ. പിന്നെയുള്ള പണികളൊന്നും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നാറുണ്ട്. ഇത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ വീട്ടിൽ ഇഷ്ടമില്ലാത്ത പണികളൊക്കെ? കമൻറ്റ് ചെയ്യണേ എന്തൊക്കെ പണികളാണ് വീട്ടിൽ ഇഷ്ടമില്ലാത്തത് ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ ബീട്രൂട്ട് റൈസ് റെഡിയായി. നല്ല റെഡ് കളറിൽ, പിങ്ക് റെഡിഷ് കളറില്ല കേട്ടോ ഇരിക്കുക. ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി ബീട്രൂട്ട് റൈസ്. അപ്പോൾ എൻ്റെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വ്ളോഗായിട്ട് വരാം. ഞാൻ നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ, നാട്ടിൽ വെച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.